ഹായ്. പുട്ടും കടലക്കറിയും നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് കടല ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇത് നന്നായിട്ട് കഴുകി നമുക്കൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചത്, 2 പച്ചമുളക്, ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, ഒരു കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കടല മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു 5 വിസിൽ വരുമ്പോഴേക്കും നമ്മൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കാണും. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയിൽ നിന്ന് ഒരു 2 സ്പൂൺ കടല എടുത്ത് തണുത്തതിന് ശേഷം അരച്ചൊന്ന് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളെ കടലക്കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റും ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ്സും കൂടി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് തിക്കാവുന്നവരെ കാത്തു നിൽക്കരുത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കടല ചേർത്തത് കാരണം നന്നായിട്ട് തിക്കായിരിക്കും. ഇതിലോട്ട് വേണ്ട കടുക് വറക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഒരു 3 ചെറിയുള്ളി എരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ തിരക്കിൽ നമുക്ക് തേങ്ങ വറക്കാനോ തേങ്ങ അരയ്ക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.